വൈജയന്തി ഒരു തരത്തിലും അടങ്ങുമെന്ന് തോന്നുന്നില്ല. വൈജയന്തി ബാലചന്ദ്ര മേനോൻ്റെ മുറിയിൽ കയറി അവിടെയൊക്കെ പരിശോധിക്കുകയാണ്. മേശപ്പുറവും അലമാരയും എല്ലാം പരിശോധിച്ചിട്ട് ബാലചന്ദ്ര മേനോൻ്റെ ലാപ്ടോപ്പ് എടുത്തു. അത് തുറന്ന് കണക്കുകളൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോഴാണ് മനുവും രോഹിത്തും അങ്ങോട്ട് വന്നത്. അമ്മ എന്താ അച്ഛൻ്റെ മുറിയിൽ കള്ളന്മാരെ പോലെ പതുങ്ങി വന്ന് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വന്നു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുറിയിലാണ് വന്നത്. അത് ചോദിക്കാൻ നീ ആരാണ്? അവൾക്ക് എന്തൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയണം. അത് നോക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പും എടുത്തുകൊണ്ട് വൈജയന്തി പോയി. ലാപ്ടോപ്പിലെ കണക്കുകളൊക്കെ നോക്കിയപ്പോൾ വൈജയന്തിക്കെല്ലാം മനസ്സിലായി. മക്കളോട് പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ അച്ഛൻ എന്തൊക്കെയാണ് അവൾക്ക് കൊടുത്തിട്ടുള്ളതെന്ന്? 15 ലക്ഷം രൂപയുടെ സ്വർണവും 17,000 രൂപയുടെ സാരിയും. നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടോ എങ്കിൽ നോക്കാം. ബബിത പറഞ്ഞു, ഞങ്ങൾക്കാർക്കും ഒരു സംശയവുമില്ല. ഞങ്ങൾ തന്നെയാണ് ആ ആഭരണങ്ങളൊക്കെ അണിയിച്ച് അലീന ചേച്ചിയെ ഒരുക്കി വിട്ടത്. അത് കേട്ട് വൈജയന്തി വല്ലാതായി. വൈജയന്തി വിചാരിച്ചു ബാലചന്ദ്ര മേനോൻ രഹസ്യമായിട്ടാണ് ഇതെല്ലാം കൊടുത്തതെന്നാണ്. ഒരു വേലക്കാരിക്ക് എന്തിനാണ് ഇത്രയും കൊടുത്ത് പറഞ്ഞയച്ചതെന്ന് എനിക്കറിയണം. 15 ലക്ഷം രൂപയുടെ സ്വർണവും 17,000 രൂപയുടെ സാരിയും വാങ്ങിക്കൊടുത്ത് അവളെ പറഞ്ഞയക്കേണ്ട കാര്യം എന്താണ്? അതിനുള്ള ബന്ധം എന്താണ്? എനിക്ക് അത് അറിഞ്ഞേ പറ്റുകയുള്ളൂ. അപ്പോൾ മനു പറഞ്ഞു, ആൻറ്റി അങ്കിൾ വരുമ്പോൾ ചോദിക്ക്, എന്നിട്ട് കിട്ടുന്നത് വാങ്ങിച്ചോ. ഞാൻ ചോദിക്കും, എനിക്കത് അറിഞ്ഞേ പറ്റുകയുള്ളൂ. ഒരു വേലക്കാരിക്ക് അവളുടെ തൊലി വെളുപ്പിന് കൊടുത്ത പൈസ. ഇത് കേട്ട് മനുവിന് നല്ല ദേഷ്യം വന്നിട്ട് മനു പറഞ്ഞു, രോഹിത്തെ ഞാൻ പോവുകയാണ്, എനിക്കിതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് മനു ഇറങ്ങി പുറത്തേക്ക് പോയി. ഞാൻ കരുതി മനു എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെന്നാണ്. അപ്പോൾ തന്നെ രോഹിത്തും ബബിതയും കൃഷ്ണമോളും അവരവരുടെ മുറിയിലേക്ക് പോയി. വൈജയന്തി മാത്രം അവിടെ തന്നെ നിൽക്കുകയാണ്. ബാലചന്ദ്ര മേനോൻ വരുമ്പോൾ എന്തൊക്കെയാകുമെന്ന് അറിയില്ല. വൈജയന്തി ഒരു തരത്തിലും അടങ്ങാൻ കൂട്ടാക്കുന്നില്ല.